ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും സുഖം ഒരു അടിപൊളി കിടക്കാച്ചൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. ഇപ്പം നമുക്ക് നല്ല ചൂട് കാലാവസ്ഥയല്ലേ, അപ്പോഴും മുഖമൊക്കെ വരണ്ട് ഉണങ്ങിയിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കിടക്കാച്ചൊരു പായ്ക്കാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ പൊന്നെ, കാറ്റും ചൂടും. രാവിലെ ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ട്, പക്ഷേ അതങ്ങ് മാറും അന്നേരെ. പിന്നെ എന്താ മുടിയൊക്കെ എത്ര എണ്ണ തേച്ചാലും പറന്ന് കിടക്കും കേട്ടോ. പിന്നെ എൻ്റെ കാർക്കൊന്നുമല്ല, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങനെ പറന്ന് കിടക്കുകയാണ്. കാറ്റ് ഭയങ്കരമായിട്ടുള്ള കാറ്റുണ്ട്. ഇപ്പോഴും നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ മുറിഞ്ഞ് ഒരു പരുവമായി കേട്ടോ. ഇതെല്ലാം മുറിഞ്ഞു പോയി. ഇപ്പം അതിനെ പറ്റി ഞാനിപ്പോൾ ടെൻഷൻ അടിക്കുന്നേ ഇല്ല. പോന്നെങ്കിൽ പോകട്ടെ, എന്തായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് പെരട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും പുരട്ടിക്കോ. മുടിയൊക്കെ ഉള്ളവർ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ മുടിയൊക്കെ വളർത്തിയ മുടികളൊക്കെ പൊട്ടിപ്പോകുമ്പോൾ സങ്കടം വരത്തില്ലേ. അപ്പോഴേ അതിനൊക്കെ ഇപ്പം നല്ല താളി, ഈ ഉണക്ക സമയത്ത് നമുക്ക് താളിയൊക്കെ പിന്നെ തേക്കാം കേട്ടോ. ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും എല്ലാം കൂടെ ഒക്കെ ഇട്ട് ഞരടി പിഴിഞ്ഞൊക്കെ തലയിലൊക്കെ തേക്കണം. പിന്നെ വേറെ ഓരോ താളികളുണ്ടല്ലോ, നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഷാമ്പു ഒന്നും വാരി തേക്കാതെ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ട് എല്ലാം ചെയ്ത് നോക്കണം. മുടിയിലാണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് നല്ല കൂളിങ് തരുന്ന നല്ലൊരു പായ്ക്കാണ്. അപ്പോൾ ചെയ്ത് നോക്കണം. സൂപ്പ് ചെയ്ത് കാണിക്കാം. സൂപ്പ് ചെയ്യുന്നുണ്ടല്ലോ, എന്നും ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്താൽ ഞാൻ എന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കെന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം സത്യം വരൾച്ചയാണല്ലോ, എന്താ പറയുന്നത്, എന്തോ ചൂടാ. അപ്പോഴേ ഇന്ന് നമുക്ക് വേണ്ടത് രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി. സുപ്പിൻ്റെ കയ്യിൽ ഇപ്പം രക്തചന്ദനത്തിൻ്റെ പൊടിയാണെന്ന് അറിയാമല്ലോ കയ്യിലിരിക്കുന്നത്. അപ്പോഴേ ഏകദേശമൊക്കെ തീരാറായി. നമുക്ക് വാങ്ങിക്കണം കേട്ടോ. നമുക്ക് ഓരോ പായ്ക്കൾ ഇങ്ങനെ ഇടണ്ടേ. ഇങ്ങനെ ദിവസേന നമ്മൾ ഓരോരോ പായ്ക്കുകളൊക്കെ ഇട്ട് ഇങ്ങനെ വരികയല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പായ്ക്കിടാൻ വേണ്ടത് രക്തചന്ദനവും നല്ല കട്ട തൈരുമാണ് വേണ്ടത് കേട്ടോ. അപ്പോഴിതേ ആവശ്യത്തിന് രക്തചന്ദനം എടുക്കാം കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ട തൈര് കേട്ടോ. നല്ല കട്ട തൈരാണ് വേണ്ടത്. സുപ്പ് ഇവിടെ ഉണ്ടാക്കിയതാണ് ഇവിടെ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല കട്ട തൈരാണ് നമുക്ക്. കൂടാതെ ഇത് ഫ്രിഡ്ജിന്മേൽ തന്നെ ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പായ്ക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല തൈര് നല്ല തണുപ്പുണ്ടെങ്കിൽ നമ്മുടെ ആ മുഖത്തും അത് നന്നായിട്ടത് നല്ല സുഖമായിരിക്കും കേട്ടോ. അപ്പോഴതേ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. ഒത്തിരി സമയം എടുക്കണ്ട. നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിരുന്ന് എന്തൊക്കെയായി പറയുന്നേ. അപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോഴതേ മിക്സൊക്കെ ചെയ്തു. നല്ല കട്ട തൈര് എടുക്കണം കേട്ടോ. ഇല്ല പീരയും വെള്ളവും മാതിരി കിടക്കുന്നത് എടുക്കരുത്. നല്ല കട്ട തൈര് എടുക്കണം. അപ്പോഴതേ നമ്മുടെ മിക്സ് ഇങ്ങനെ നല്ല ഒരു കൂട്ടായിട്ട് നമുക്ക് കിട്ടും. ചായ എടുത്തുകൊണ്ട് വന്നത് കറക്റ്റാണ് കേട്ടോ. അത്രയും കൂടെ നമുക്ക് അങ്ങ് ഇട്ടേക്കാം. നല്ല തണുത്ത നല്ല കട്ട തൈരാണ് കേട്ടോ. ഒട്ടുമേ ഇല്ല. പശുമമ്മ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വീടുകളിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. പാല് നമുക്കെപ്പോഴും നല്ല വിശ്വാസമുള്ള പാലൊക്കെ നമുക്ക് കിട്ടുമല്ലോ. ഇത് രണ്ടും മാത്രം മതി. ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തുകൊള്ളൂ, എന്നും നിങ്ങൾ ചെയ്തുകൊള്ളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു അടിപൊളി കിടുക്കാച്ചി ഒരു പായ്ക്കാണ്. അപ്പോഴത്തെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുഖം ഒന്നും കൂടെ ഒന്ന് നനച്ചിട്ട് വരട്ടെ. മുഖം കഴുകിയതാണ്, ഉണങ്ങി കേട്ടോ. നമ്മളങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ, അതാ ഞാൻ പറഞ്ഞത്, ഈ പായ്ക്കൊക്കെ നമ്മൾ ഇടണം കേട്ടോ. നിങ്ങൾ ഇടണം. ഞാൻ ഒന്ന് കഴുകിക്കൊണ്ട് വരാം. മുഖം ഒന്നും കൂടെ ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. അപ്പോഴിതാ നമ്മൾ വീണ്ടും തുടച്ചിട്ട് വന്നു. കനാലൊക്കെ തുറന്നു വിട്ടാണെങ്കിൽ നമുക്ക് അതിനകത്ത് കാണാം കളക്കാറുന്ന്. അത്രയ്ക്ക് ഇന്ന് ചൂടാണ് കേട്ടോ. നമ്മൾ കഴുകുന്നതിന് തുടയ്ക്കുന്നതിന് പെട്ടെന്ന് ഇത് വെള്ളം അങ്ങ് വലിയും കേട്ടോ. അപ്പോഴതേ തുടച്ചുകൊണ്ട് വന്നു. നമുക്ക് പായ്ക്കിടാൻ കേട്ടോ. ചെയ്ത് നോക്കണം കേട്ടോ. തൈര് മാത്രം മതി. പിന്നെ രക്തചന്ദനം എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ. നമ്മുടെ തൈര് വീട്ടിൻ്റെ തണുപ്പ്
ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടോളൂ കേട്ടോ. 15 മിനിറ്റത്തെ കാര്യം കേട്ടോ. എന്ത് നല്ല തണുപ്പാന്നറിയാം. അല്ലെങ്കിൽ നമ്മളിത് അഥവാ തൈര് തണുപ്പില്ലെങ്കിൽ ഇത് നമ്മൾ കടയിലോ എവിടെയെങ്കിലും നിങ്ങൾ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് വെച്ചാലും നമുക്ക് തണുത്ത് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്കിത് ഇടാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ രക്തചന്ദനം മുഖക്കുരു മാറാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പായ്ക്കൊക്കെ എല്ലാവരും ഇട്ടോ? അതാ ചുമ്മാ സുബ്ബനെ കളിപ്പിക്കാൻ വെറുതെ പറയുന്നതാണോ? ചെയ്ത് നോക്കി, കിടിലനാണ്, കിടുക്കാച്ചിയാണ്, സൂപ്പറാണ് ഇങ്ങനൊക്കെ പറയുന്നത് സത്യം തന്നെയാണോ? ഇതെല്ലാവരും ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് മടിച്ചികൾക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു പായ്ക്കാണ് ഇത് കേട്ടോ. ഒക്കെ ഇട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കരുത് കേട്ടോ. സംസാരിക്കരുത്. കുഞ്ഞായിട്ട് ചെറുതായിട്ട് കുഞ്ഞായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും കാറ്റൊക്കെ ഉണ്ടോ? അതെ, ഇവിടെ ഭയങ്കര കാറ്റാട്ടോ. ഭയങ്കരമായിട്ടുള്ള കാറ്റാണ്. കളറ് കിട്ടാനും ഒക്കെ നല്ലതാണ്. തടി കിട്ടുവാണെങ്കിൽ നിങ്ങൾ തടി വാങ്ങിച്ചോളൂ കേട്ടോ. എനിക്ക് ഇനി തടി വാങ്ങിക്കണം. ഈ രക്തചന്ദനത്തിൻ്റെ അങ്ങാടിക്കടയിൽ കാണും കേട്ടോ. ഞാൻ അങ്ങനെ കടയിൽ പോകാറില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങാടിക്കടയിൽ പോയി തപ്പണം നമുക്ക് കേട്ടോ. ഉണ്ടെങ്കിൽ അതാണ് കൂടുതലും നല്ലത്. പണ്ടൊക്കെ എൻ്റെ വീട്ടിലെ ഒരു കട്ടയുണ്ടായിരുന്നേ, വെള്ളച്ചന്ദനത്തിൻ്റെ കട്ട. വൈകിട്ട് ഇതായിരുന്നു പരിപാടി. നമ്മൾ കല്ലുമേൽ പാറക്കല്ലേലിട്ട് അരച്ചാണല്ലോ അന്നൊക്കെ നമ്മൾ ചന്ദനം തൊടാറ്. ഇപ്പോഴും അതുണ്ടോ എന്തോ, വീട്ടിൽ പോയി തപ്പണം ഇനി കേട്ടോ. വലിയൊരു കട്ടയായിരുന്നു കേട്ടോ. ഇപ്പം എല്ലാം കളിപ്പീരല്ലേ. കട്ടയാണെന്നും പറഞ്ഞ് വല്ല വട്ടയുടെ തടിയോ വല്ലതൊക്കെ നമുക്ക് തരും. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അരയ്ക്കും. അതൊക്കെ നോക്കി ഒക്കെ വാങ്ങിച്ചോണം കേട്ടോ. വാങ്ങിക്കുമ്പോൾ ചന്ദനം അത് തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. ഒറിജിനൽ തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോഴത്തേ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് സെറ്റായി. ഞാൻ എപ്പോഴും എൻ്റെ മൂക്കിൻ്റെ തുമ്പത്തിടാൻ മറന്നു പോകും കേട്ടോ. പിന്നെയാണ് ഞാൻ ഇടുന്നത്. ഇത് ഇട്ടു. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇരുന്നിട്ട് കാണാം കേട്ടോ. പായ്ക്കൊക്കെ ഇട്ട് ഞാൻ പാത്തിരുന്നത് കേട്ടോ. ഇപ്പോഴാണ് വെളിയിലോട്ടൊന്ന് വന്നത്. ആരും മറിഞ്ഞു വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കണ്ടിട്ട് അപ്പോഴും മിണ്ടാതെ ഇരിക്കണം. ഈ പായ്ക്കൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഞാൻ മിണ്ടിയതേ ഇല്ല ആരോടും മിണ്ടാനാ. അപ്പോഴേ കഴുകിക്കൊണ്ടുവരാം കേട്ടോ. നന്നായിട്ട് വെള്ളം വലിഞ്ഞു വന്നു. 20 മിനിറ്റ് ഞാൻ ഇരുന്ന് കേട്ടോ. 20 മിനിറ്റ് ഞാൻ ഇരുന്നു. കഴുകിക്കൊണ്ടുവരാം. അപ്പോഴിതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴുകിക്കൊണ്ട് വന്നു. അടിപൊളിയാണ്. അടിപൊളി പായ്ക്കാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്യുന്നവർക്കറിയാം. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നല്ല കിട്ടുവാണ് കേട്ടോ. ഈ പായ്ക്ക് നല്ലൊരു തണുപ്പും കിട്ടും നമുക്ക്. അപ്പോഴും തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. നല്ല കളർ കിട്ടും കേട്ടോ. നല്ല കളറും കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് ഞാൻ വന്നിരുന്നപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ കളറും ഇപ്പോഴത്തെ ആ കളറും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോഴേ ചെയ്ത് നോക്കണം. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ ഇപ്പോൾ ഞാൻ ഇനി നന്നായിട്ട് കഴുകിക്കോളാം. പെട്ടെന്ന് നമ്മൾ കഴുകിക്കൊണ്ട് വന്നതല്ലേ. അപ്പോഴേ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നും നമുക്കിടാം കേട്ടോ. ഈ ഒരു പായ്ക്ക് നമുക്ക് എന്നും നമുക്കിടാം. കാറ്റും ചൂടും കാരണമൊക്കെ നമ്മുടെ മുഖമൊക്കെ വല്ലാതെ നമ്മുടെ മുഖത്തെ സ്കിന്നൊക്കെ വല്ലാതെ വരണ്ട് ഒക്കെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഉച്ച സമയത്തോ രാവിലെയോ വൈകിട്ടോ ഒക്കെ നമുക്കിത് ചെയ്യാം. കാറ്റ് കാരണം പെട്ടെന്ന്
വരണ്ട് പോകും. നമ്മൾ മുഖം എത്ര നമ്മൾ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയാലും പെട്ടെന്ന് തന്നെ വരണ്ട് പോകും. നമ്മുടെ ചുണ്ടുമൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തോ കാറ്റ്, ഞാൻ ഈ കഴുകാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഇതൊക്കെ പോയെന്ന് കേട്ടോ. അത്രയ്ക്ക് കാറ്റാണ് ഇവിടെ അടിക്കുന്നത്. ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങളോ? എനിക്കൊരു കാറ്റ്. അപ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ. അപ്പോഴേ നല്ലൊരു ടിപ്പായിട്ട് സുഖം നാളെയും വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യം സുഖിനെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. പിന്നെ നാളെ നമുക്ക് നല്ല ടിപ്പുമായിട്ട് നാളെ വരാം കേട്ടോ.